അളവുകളുടെ വർഗ്ഗങ്ങൾ ഉൾപ്പെടുന്ന പ്രായോഗിക പ്രശ്നങ്ങളാണ് നാം ഇതുവരെ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള രസകരമായ ഒരു പ്രശ്നം നോക്കാം. 2.6 മീറ്റർ നീളമുള്ള ഒരു കമ്പ് ചുവരിൽ ചാരിവെച്ചിരിക്കുന്നു. കമ്പിന്റെ ചുവട് ഭിത്തിയിൽ നിന്നും 1 മീറ്റർ അകലെയാണ്. കമ്പിന്റെ ചുവട്ടിൽ നിന്നും ഭിത്തിയിലേക്കുള്ള അകലം അല്പം കൂട്ടിയപ്പോൾ അതിന്റെ മുകളറ്റം അത്രയും തന്നെ കീഴോട്ട് നീങ്ങി. കമ്പ് എത്ര ദൂരമാണ് നീങ്ങിയത്? പൈതഗോറസ് തത്വം ഉപയോഗിച്ച് തറയിൽ നിന്നും കമ്പിന്റെ മുകളറ്റം വരെയുള്ള ദൂരം കണക്കാക്കാം. ഈ ദൂരം a ആയാൽ a² സമം 2.6 സ്ക്വയർഡ് മൈനസ് 1 സ്ക്വയർഡ് സമം 6.76 മൈനസ് 1 സമം 5.76. a സമം √5.76 സമം 2.4 മീറ്റർ. അതായത് കമ്പിന്റെ മുകളറ്റം തറയിൽ നിന്നും 2.4 മീറ്റർ മുകളിലാണ്. ഇനി കമ്പിന്റെ ചുവട് ഭിത്തിയിൽ നിന്നും അകലുമ്പോൾ കമ്പിന്റെ മുകളറ്റം തറയോട് അടുക്കുന്നു. ഇങ്ങനെ നീങ്ങുന്ന രണ്ട് ദൂരങ്ങളും തുല്യമാണല്ലോ. ഈ ദൂരം x എന്നെടുത്താൽ ഭിത്തിയിൽ നിന്നും കമ്പിന്റെ ചുവട്ടിലേക്കുള്ള ദൂരം സമം 1 + x. തറയിൽ നിന്നും കമ്പിന്റെ മുകളിലേക്കുള്ള ദൂരം സമം 2.4 മൈനസ് x. വീണ്ടും പൈതഗോറസ് തത്വം പ്രയോഗിച്ചാൽ 1 + x² പ്ലസ് 2.4 മൈനസ് x² സമം 2.6 സ്ക്വയർഡ് എന്നെഴുതാം. 1 + 2x + x² പ്ലസ് 5.76 മൈനസ് 4.8x + x² സമം 6.76 എന്ന് കിട്ടും. അതായത് 2x² മൈനസ് 2.8x പ്ലസ് 6.76 സമം 6.76. അപ്പോൾ 2x² മൈനസ് 2.8x സമം 6.76 മൈനസ് 6.76. 2x² മൈനസ് 2.8x സമം 0. 2x² സമം 2.8x. 2x സമം 2.8. x സമം 2.8/2 സമം 1.4. അതായത് കമ്പ് നീങ്ങിയ ദൂരം സമം 1.4 മീറ്റർ.